ഇതാണ് കോലാലംപൂർ ജലൻ അലോർ ഫുഡ് സ്ട്രീറ്റ്. അവിടെ ഭയങ്കര തിരക്കാണ്. ഒരു പെരുന്നാളിനുള്ള ആളുകളാണ്, ടൂറിസ്റ്റ് ആയിട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിട്ട് നടക്കുകയാണ്. എനിക്കൊരു ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ ഗിസാർഡ്. ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് 1-2 ഐറ്റംസ് ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സിറ്റ് ഡൗൺ പ്ലേസിൽ പോയിട്ട് ശരിക്കുള്ള അവിടുത്തെ കുറച്ച് ഒത്തൻറ്റിക് ഫുഡുകൾ ട്രൈ ചെയ്തു. ഷ്രിമ്പ് സാമ്പാറാണിത്. കാരണം വഴുതനങ്ങ, ബീൻസ്, അപ്പരക്ക, പിന്നെ വെണ്ടയ്ക്ക, തക്കാളി, ഉള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. നാട്ടിൽ തെരണ്ടി വാഴോണ്ട് അടിക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ആ തെരണ്ടി കഴിച്ചില്ല കേട്ടോ. ഇതിന്റെ സോസ് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഒരു മുളക് ചാറാണ്. ഇത് തന്നെ ഒന്ന് നോക്കട്ടെ. പിന്നെ മാരിനേഷൻ എത്ര പോരാ. ഈ മീറ്റ് തന്നെ ഓക്കെയാ, നോട്ട് വിത്ത് ദാറ്റ് സോസ്. എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യണം. വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് വന്ന് കിടന്ന് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബത്തു കേവ്സ് കാണാൻ പോയി. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇൻ്റർനാഷണൽ യോഗ ഡേ സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യോഗ പ്രാക്ടീസസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെല്ലുമ്പോൾ തന്നെ മുമ്പിലായിട്ട് നിറയെ പ്രാവുകളും കുരങ്ങന്മാരുമാണ്. അപ്പോൾ അതിന് ഉള്ള ഫീഡ് അവിടെ തന്നെ മേടിക്കാൻ കിട്ടും. അത് മേടിക്കുക, അതുങ്ങളെ ഫീഡ് ചെയ്യുക, അതുങ്ങൾ നമ്മുടെ അടുത്ത് വരും. അതൊരു ഭയങ്കര വിഷ്വൽ ട്രീറ്റായിരുന്നു. അവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ ലോർഡ് മുരുകൻ്റെ 43 മീറ്റർ ഹൈറ്റുള്ള ഈ സ്റ്റാച്യു. കളർഫുള്ളായിട്ട് കാണുന്നത് മുഴുവൻ അങ്ങോട്ടേക്കുള്ള സ്റ്റെപ്സാണ്. 272 സ്റ്റെപ്സ് കയറിയാലാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തുള്ളൂ. ഈ ബത്തു കേവ്സ് ലൈം സ്റ്റോൺ കേവുകളാണ്. അവിടെ 8ഓളം ടെമ്പിളുകളുണ്ട്. വിഷ്ണു, ശിവ, ശക്തി, ഗണേശ്, ഹനുമാന്, പിന്നെ നവഗ്രഹ ടെമ്പിൾ, അങ്ങനെ പലതും. ഇത് ഭയങ്കര അല്ലേ അനു? അവിടുന്ന് ഞങ്ങൾ പോയത് നാഷണൽ മോസ്ക് ഓഫ് മലേഷ്യ കാണാനാണ്. അവിടെ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സർവീസ് നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുപാടൊന്നും കാണാൻ പറ്റിയില്ല. ഇത് അവിടുത്തെ ഫേമസ് ചൈനീസ് ടെമ്പിളാണ് സീൻ ഹോ. ഇതിൻ്റെ പ്രതിഷ്ഠ അവിടുത്തെ ചൈനീസ് സീ ഗോഡസ് മാസു ആണ്. അവരെല്ലാം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു, ചന്ദനത്തിരി കത്തിക്കുന്നു, പിന്നെ പൂവും കായും പഴങ്ങളും ഒക്കെ കാഴ്ച കൊടുക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ കുറേ കാഴ്ചകളൊക്കെ നമ്മളവിടെ കണ്ടു. പിന്നെ എല്ലാവരും അവിടെ ചെയ്ത പോലെ ഫോർച്യൂൺ സ്റ്റിക്സ് വെച്ച് ഞങ്ങളും ഞങ്ങളുടെ ഫോർച്യൂണൊക്കെ ഒന്ന് നോക്കി. എല്ലാം നല്ലതായിരുന്നു. എല്ലാവരുടെയും ഫോർച്യൂണൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ജിമ്മിക്കും ഒരാഗ്രഹം, ജിമ്മിക്കും ഫോർച്യൂൺ ഒന്ന് അറിയണമെന്ന്. Right over here. Be cheerful. Your fortune is changing for the better. From the 8th moon to the 12th moon. Matrimony will tie the knot. പിന്നെ ഞങ്ങൾ പോയത് സെൻട്രൽ മാർക്കറ്റ് ഓഫ് കോലാലംപൂരിലാണ്. ആണോ? അടിപൊളി. മധുര. പിന്നെ ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റൊക്കെ കറങ്ങി കുറേ കടകളിലൊക്കെ വായി നോക്കി നിന്നു. അങ്ങനെ ഞങ്ങളുടെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് എയർപോർട്ടിൽ വണ്ടി കാത്തിരിക്കുന്നു. ഏവ ഞങ്ങൾക്ക് പാട്ടൊക്കെ പാടിത്തന്ന് ഞങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്ന രംഗമാണിത്. അവിടെ മലേഷ്യ എയർപോർട്ടിൽ വെച്ചിട്ട് ഞാൻ രോഹിണിയെ മീറ്റ് ചെയ്തു. രോഹിണി എൻ്റെ ഒരു ഫോളോവറാണ്. വീണ്ടും സോഷ്യൽ മീഡിയ തുടങ്ങിയതിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ചൊരു നിമിഷമാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.